ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കാത്തതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്ന് OP ബഹിഷ്കരിക്കും. സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും OP ബഹിഷ്കരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും അഞ്ജന സുകുമാരൻ നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. അഞ്ജന, ഗുഡ് മോർണിംഗ്. ഏത് തരത്തിലായിരിക്കും പൊതുജനങ്ങളെ ഇത് ബാധിക്കുക? അതാണല്ലോ നമ്മൾ ഏറ്റവും ആദ്യം ഉറ്റുനോക്കുന്ന ഒരു കാര്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി കൂടിയാണ്. പല ജില്ലകളിൽ നിന്നായി ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താറുമുണ്ട്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിൽ KGM-CTയുടെ നേതൃത്വത്തിൽ ഇന്നൊരു OP ബഹിഷ്കരണ സമരം നടക്കുന്നത്. രാവിലെ തന്നെ നോക്കിയാൽ കാണാം, ഒരുപാട് ആളുകൾ OPയിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇതുപോലെ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷേ പലരും അറിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ നിന്നൊരു സമരം നടക്കുന്ന കാര്യം. അത് അറിയാതെ തന്നെയാണ് പലരും ഇന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇന്ന് OP സമരമുണ്ട്, അറിഞ്ഞിരുന്നോ? OP ബഹിഷ്കരിക്കുന്നുണ്ട്, അറിയില്ല. അതാണ് പല ആളുകളും പല ദേശങ്ങളിൽ നിന്നായി അല്ലെങ്കിൽ പല ഭാഗത്തു നിന്നായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ മലബാറുകാരിലെ പല ജില്ലകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ദിവസം മാത്രം പ്രത്യേക വിഭാഗത്തിൻ്റെ OP ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാകും. അപ്പോൾ അത് അറിയാതെയാണ് ഒരുപാട് ആളുകൾ ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് OP ബഹിഷ്കരണമുണ്ട്, OP പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഡോക്ടർമാരുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. എവിടെന്നാ വരുന്നത്? നരിക്കുനി ഭാഗത്ത്. ഏത് ഡോക്ടറെ കാണാനാ? കണ്ണിനാ. അപ്പൊ ഇന്ന് OP ഇല്ല. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഇന്ന് ലഭ്യമായില്ല. ശരി, എന്താക്കൂ? അറിഞ്ഞില്ല അല്ലേ? മാറിലേക്ക് കാണിക്കാനാ പോണേ. OP സമരം നടക്കുന്ന കാര്യം അറിഞ്ഞിരുന്നോ? അറിഞ്ഞിട്ടില്ല. അപ്പൊ നാളെ ഉണ്ടാവും. നാളെ ഇന്ന് സമരം ഇല്ല. നാളെ അഡ്മിറ്റ് വരാൻ പറഞ്ഞ കണ്ണോപ്പറസത്തിന് വരാൻ പറഞ്ഞ. അപ്പോൾ പല ആളുകളും ഇതുപോലെ OP സമരം നടക്കുന്നത് അറിയാതെയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. KGM-CTയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സൂചനാ സമരം എന്ന വണ്ണം സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അധ്യാപന ബഹിഷ്കരണം കൂടെ ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. 22 മുതലാണ് അധ്യാപന ബഹിഷ്കരണം നടന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ സൂചനാ സമരമായാണ് OP ബഹിഷ്കരണത്തിലേക്കൊക്കെ കടക്കുന്നത്. 2025 ജൂലൈ മുതൽ തന്നെ KMCT ഇത്തരത്തിൽ സമരരംഗത്ത് തുടരുന്നുണ്ട്. പല ചർച്ചകളും ആരോഗ്യമന്ത്രിയുമായി ഉൾപ്പെടെ നടത്തിയെങ്കിലും അതിനൊന്നും തീരുമാനമാകാത്തതിനാലാണ് ഇത്തരത്തിലൊരു സൂചനാ സമരത്തിലേക്ക് KGM-CT ഏതായാലും പോയിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളതാണ് ഇവരുടെ ഒരു സമരം എന്ന് പറയുന്നത്. ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, 2016 മുതലുള്ള കുടിശ്ശിക യഥേഷ്ടം നൽകുക, അതോടൊപ്പം തന്നെ ഡോക്ടർമാർക്കും രോഗികൾക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് KGM-CT ഏതായാലും ഉന്നയിക്കുന്നത്. പ്രധാനമായും പറയേണ്ടത് ഇന്ന് മാത്രം പ്രവർത്തിക്കുന്ന വിവിധ OPകൾ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ദൂരദേശങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അത് ഇന്ന് ആ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായില്ലെങ്കിൽ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഇന്നത്തെ ഒരു സേവനം അത് തകരാറിലാവും എന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. ഇന്നിപ്പോൾ OP ബഹിഷ്കരണം നടക്കുകയാണ് ഡോക്ടർമാരുടെ. അറിഞ്ഞിരുന്നോ? അറിഞ്ഞിട്ടില്ല. വയനാട് നിന്ന് വരികയാണ്. ഏത് ഡോക്ടറെ കാണാനാ? ഏത് വിഭാഗത്തിലാണ്? ആണല്ലേ. ഇപ്പൊ ഇന്നിപ്പം വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവില്ല, ജൂനിയർ ഡോക്ടേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അതറിയില്ല. അത് ഞങ്ങൾ വയനാട് നിന്ന് വരിക. ഇന്നിപ്പോ OP ബഹിഷ്കരണം നടക്കുകയാണ് ഡോക്ടർമാരുടെ. അറിയില്ല. രാവിലെ തന്നെ വന്ന് ക്യൂവിൽ നിൽക്കുവാണ്. അപ്പൊ ഒന്ന് OP ബഹിഷ്കരിക്കുകയാണ്. ഡോക്ടർമാരുടെ സേവനം, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഒന്നും ഉണ്ടാവില്ല. അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ അറിയാം. ഇതിപ്പോ വലിയ ബുദ്ധിമുട്ടാണ്. രാവിലെ തന്നെ ഇവിടെ വന്ന് ക്യൂവിൽ നിൽക്കുമ്പോഴാണ് അറിയുന്നത്. അതെ. രോഗികൾക്ക് അതൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ പാലക്കാട് നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഡോക്ടർ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ 2-3 പ്രാവശ്യം ഇപ്പോൾ മടങ്ങി പോകുന്നു. നേരത്തെ വന്നപ്പോൾ ഡോക്ടർ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ തോന്നുന്നു. ഇപ്പോൾ പാലക്കാട് നിന്നും വയനാട് നിന്നും മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് ഇവിടെയൊക്കെ ക്യൂവിൽ നിൽക്കുന്നത്. 7 മണി അല്ലെങ്കിൽ 6 മണിയോട് കൂടി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മലബാറിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അവിടെ എത്തുന്നുണ്ട്. അഞ്ജന ഇപ്പോൾ പറഞ്ഞതുപോലെ വയനാട് നിന്നും പാലക്കാട് നിന്നും ഒക്കെ ഉള്ള മനുഷ്യരവിടെ എത്തുന്നുണ്ട്. അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ OP ബഹിഷ്കരണം എന്ന് പറയുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഞ്ജന, ഏതായാലും സുഗമമായി കാര്യങ്ങൾ നടക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.